BJP എല്ലാ കാലവും പ്രതീക്ഷയോടെയും ആഗ്രഹത്തോടെയൊക്കെ വരുന്ന സംസ്ഥാനമാണ് കേരളം. ഇത്തവണ അവർക്ക് കുറച്ചുകൂടി വലിയ ആഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നു. കാരണം തൃശ്ശൂരൊക്കെ പ്രധാനമന്ത്രി 2 തവണ വന്നു, കൊച്ചിയിൽ വന്നു, തിരുവനന്തപുരത്തും വരുമെന്ന് കേൾക്കുന്നു. BJPക്ക് ഇത്തവണ പ്രതീക്ഷിക്കാമോ കേരളത്തിൽ നിന്നൊരു ഒരു പ്രതീക്ഷയും BJPക്ക് വേണ്ട കേട്ടോ. സുരേഷ് ഗോപിയൊക്കെ ഉണ്ട്. ഒരു കാര്യം, ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ അവിടെ വോട്ട് ഷെയർ എത്തിയത് 2019 തെരഞ്ഞെടുപ്പിലാണ്, 16%. പഞ്ചായത്ത് തിരഞ്ഞെടുത്തപ്പോഴത്തേനും അത് 14%. നിയമസഭയെത്തിയപ്പോൾ 12%. BJPയുടെ ഗ്രാഫ് താഴേക്കാ തുടർച്ചയായിട്ട്. പക്ഷെ അവർ വാശിക്ക് നമ്മുടെ തൃശ്ശൂർ കൈ നോക്കാം എന്നുള്ളതാണ്. അതിനുവേണ്ടി പ്രധാനമന്ത്രി പലവട്ടം വരുന്നു. കല്യാണം വരെ ഒരു മാസ് ഇവൻറ്റും പ്രൊപ്പഗാൻഡ, ഇലക്ഷൻ കല്യാണമൊക്കെ മാറ്റിയിരിക്കുകയാണ്. ക്ഷേത്രം ഇപ്പോൾ ഇലക്ഷൻ പ്രമാണിച്ച് ഉള്ള ആഘോഷമാക്കുന്ന പോലെ തന്നെ ഇവിടെ ഒരു കല്യാണം. ഇതെല്ലാം ഇവരെത്ര ആക്രോശിച്ചാലും ഉണ്ടല്ലോ, കേരളത്തിൻ്റെ മനസ്സ് വേറെയാണെന്ന് അന്നും പെട്ടെന്ന് തിരുത്താൻ പറ്റില്ല. മതമേതായാലും മനുഷ്യൻ നന്നായ മതി എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത്, ഇന്ന് ഗുരു പഠിപ്പിച്ചൊരു സംസ്ഥാനത്ത് സുരേഷ് ഗോപി വന്നിട്ട് നല്ല മനുഷ്യനാവണമെങ്കിൽ ഹിന്ദു ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ജനത ഒന്നും എടുക്കത്തില്ല. ഇന്ന് കള്ളപ്പണമുള്ള ഏക പാർട്ടി BJPയാണ്. കോൺഗ്രസിനും കുറച്ച് ഇപ്പോൾ തെലങ്കാനയും കർണാടകയും കിട്ടിയപ്പോൾ ഒരു ഇതൊക്കെ ആയിട്ടുണ്ട്. ഈ നോട്ട് നിരോധനം തന്നെ ഉണ്ടല്ല, ആരെങ്കിലും എതിരാളി പാർട്ടികൾ പണം സമാഹരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കളയാനായിരുന്നു. പക്ഷേ ആ പണം പോലും തിരിച്ചു വന്നു ആണ് പ്രശ്നം. ആ പണം പലതും തിരിച്ചു വരാൻ പറ്റില്ല എന്നെന്ന് കാണിക്കുന്നത് ഇനി കള്ളനോട്ടൊക്കെ തിരിച്ചു വന്നു, വെള്ളപ്പണമായി എന്നുള്ളതാണ്. എനിവേ, ഇന്ന് ഇന്ത്യ രാജ്യത്ത് പണമുള്ള പാർട്ടിയവരാ. വിദേശത്ത് അദാനിയെപ്പോലെ ഉള്ള ശിങ്കിടികൾ എന്തും കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയല്ലേ. 1000 വേണോ, 2000 വേണോ, 3000 കോടി വേണോ, ഇത് വെച്ച് ഫിനാൻസ് ചെയ്ത് അങ്ങ് ജയിച്ചു വരാം എന്നാണ് ചിന്തിക്കുന്നത്. മറ്റ് പലയിടത്തും അങ്ങനെയൊക്കെ നടന്നേക്കാം, കേരളത്തിലായിട്ടില്ല. അപ്പോൾ അവരുടെ ചിന്ത ഇപ്പോൾ തൃശ്ശൂർ ക്രിസ്ത്യൻ വോട്ടിലൊരു വിഭാഗം കിട്ടും, ഈ മണിപ്പൂർ എഴുതിട്ട് എവിടെ കിട്ടും നീ പറയണത്. അങ്ങനെയുള്ള ചില ക്രിസംഖികൾ ഉണ്ടായിരുന്നു, പക്ഷേ അവർക്കൊന്നും സ്വാധീനമില്ല കേട്ടോ. BJPക്ക് വോട്ട് ചെയ്യാനായിട്ട് കേരളത്തിലെ ബിഷപ്പും പറയില്ല. ഉണ്ടായിരിക്കാം, മനസാക്ഷി വോട്ടുകളെയും പറയാം, BJPക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പറയാൻ പറ്റുമോ? ഈ സ്നേഹയാത്രകൾ, അരമന സന്ദർശനങ്ങളൊക്കെയാണ് നിരന്തരം BJP നടന്നത്. എന്ത് കാര്യമൊന്ന് ഒരു കാര്യമില്ല. ആൾക്കാർ അറിയാമല്ലോ ഒന്ന് ഇത് വരുന്നത് രാഷ്ട്രീയ ഇലക്ഷന് വേണ്ടി വരുന്നതെന്ന് ആർക്കറിഞ്ഞിടാത്തത്. ഇതൊന്നും ഇല്ലാതിരിക്കുന്ന സന്ദർഭങ്ങളിൽ ചെല്ലുകയും സഹകരിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്തു പോവുകയാണെങ്കിൽ മനസ്സിലാക്കാം. ഇലക്ഷൻ വരുമ്പോൾ സ്നേഹയാത്രയും വെച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ എന്തോ കാര്യമുള്ളത്? ഇത് ഇലക്ഷന് വേണ്ടി ചെയ്യുന്നൊരു കാര്യം വർത്തമാനം. അങ്ങനെ അകലം കുറഞ്ഞില്ലേ ശരിക്കും BJPയും ഈ ക്രൈസ്തവ സഭകളുമായിട്ടൊക്കെ? അതിൽ ചില ചർച്ചകളുമായിട്ടും, ഞാനിപ്പോൾ പേരൊന്നും പറയുന്നില്ല, ചില ചർച്ചകളുമായിട്ട് കുറച്ചും കൂടി സജീവ ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട്. പള്ളിയാണെങ്കിലും കേന്ദ്ര സർക്കാരിനോട് ഇത് റിട്ടേൺ നിൽക്കാൻ പറ്റുന്നതല്ല. കാരണം ഫോറിൻ പണം ന്യായമായിട്ട് നിയമപരമായി കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇനി ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടുപിടിക്കാനൊക്കെ ആർക്കെങ്കിലും പറ്റാത്ത കാര്യമാണ്. പള്ളി കിട്ടുന്ന പണം വേറെ ആരുടെയും സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നില്ലല്ലോ, പള്ളി തന്നെ, അത് ഒരു പ്രത്യേകത. പക്ഷേ അതിന് വിനിയോഗത്തിലേക്ക് എന്തെങ്കിലും തെറ്റൊക്കെ കാണാം, എനിക്കറിഞ്ഞൂടാ. അപ്പോൾ നമ്മൾ ഭരണത്തിലിരിക്കുന്നവരോട് നല്ല ബന്ധം പുലർത്തേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഒരു ബിഷപ്പ് ഒരു BJP നേതാവിനെ കണ്ടുകൊണ്ടോ സന്ദർശിച്ചുകൊണ്ടോ ഇവിടെ വല്ല ആശങ്കപ്പെടാൻ ഗർവിക്കുകയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതൊക്കെ അനിവാര്യമാണ്. അപ്പം അതൊന്നും വോട്ടായിട്ടൊന്നും ആരും തെറ്റിയിരിക്കരുത് വെച്ചാൽ മതി.